മാർഗം തമ്പുരാനെ തടയൊല്ലേ കാക്കണമേ നീയണമേ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രാമായണ പാരായണ സത്സംഗം കർക്കടകം 1 നമ്മൾ ആരംഭിക്കാറുണ്ട്. അതിൻ്റെ ആരംഭം ഇന്ന് ഇവിടെ കുറിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഉണ്ടായതുപോലെ തന്നെ ഇനിയുള്ള ദിവസങ്ങളൊക്കെ ഓൺലൈനിലായിട്ട് ഗൂഗിൾ മീറ്റ് വഴിയായിരിക്കും നമ്മൾ രാമായണ പാരായണം നടത്തുക. ഇന്ന് നമ്മൾ ഗോവിന്ദപുരം ക്ഷേത്രത്തിൻ്റെ ദിവ്യമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ഇരുന്നുകൊണ്ടാണ് രാമായണ പാരായണം സമാരംഭിക്കുന്നത്. ഇന്ന് പതിവ് പോലെ തന്നെ പ്രാർത്ഥനയ്ക്കായിട്ട് ദേവികയും ഗോവിന്ദ് ഹരികൃഷ്ണനും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് രാമായണ പാരായണം ആരംഭം കുറിക്കുന്നത് നമ്മുടെ തുളസീതളം ചീഫ് എഡിറ്റർ ശ്രീമതി സരസ്വതി ചേച്ചിയാണ്. പിന്നെ എല്ലാ കൊല്ലവും നമുക്ക് നല്ല മധുരമായിട്ട് പാരായണം ചെയ്യുന്ന ശ്രീ GR ഗോവിന്ദൻ രണ്ടാമത് പാരായണം ചെയ്യും. പിന്നെ മൂന്നാമത് ശ്രീമതി അമ്പിളി ശശി പാരായണം ചെയ്യും. പിന്നെ സുശീല രവീന്ദ്രൻ പിന്നത്തെ ഭാഗങ്ങൾ പാരായണം ചെയ്യും. ഇന്നത്തെ പാരായണ ഭാഗങ്ങൾ പിന്നെ തുടരുന്നത് ബേബി വേണുഗോപാൽ ആണ്. പിന്നെ മാധുരി മോഹൻ. അതോടുകൂടിയാണ് ഇന്നത്തെ പാരായണ ഭാഗങ്ങൾ ഇന്നത്തെ സമാപിക്കുക. അതിനുശേഷം രാമായണത്തെക്കുറിച്ചുള്ള ഇന്നത്തെ പാരായണ ഭാഗങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ രാമായണത്തെക്കുറിച്ചുള്ള ചെറിയ ഒരു വിഷയം നമ്മൾ സംസാരിക്കും. അതിനുശേഷം ഇവിടെ രാമായണത്തിലെ പ്രധാനപ്പെട്ട എല്ലാ മുഹൂർത്തങ്ങളെയും കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു സംഘനൃത്തം നമ്മുടെ പ്രിയ രാമചന്ദ്രൻ്റെ രാമചന്ദ്രൻ്റെ പാർട്ടി അവതരിപ്പിക്കുന്നതാണ്. ഇന്നത്തെ പാരായണത്തിന് ശ്രീലത വിജയൻ കൂടിയുണ്ട്. ഇന്നത്തെ ഈ രാമായണ പാരായണ സമാരംഭ സമ്മേളനം നമ്മളിന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ മുൻ കേന്ദ്ര പ്രസിഡന്റ് ശ്രീ ബാലേട്ടനും അദ്ദേഹത്തിൻ്റെ പത്നി സരസ്വതി ചേച്ചിയും കൂടിയാണ്. അവർ രണ്ടുപേരെയും ദീപ പ്രോജ്വലനം ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ സത്സംഗം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഞാൻ സാദരം ക്ഷണിക്കുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.
നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ദേവികയെയും ഗോവിന്ദ് ഹരികൃഷ്ണനെയും ഞാൻ സാദരം ക്ഷണിക്കുകയാണ്. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്നീശ്വരവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. കൂജന്വം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽക്കാനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ. വാണിയിടുക നാരദമെന്നുടനാവുതന്മേൽ വാണിമാതാവേ വർണ്ണ വിഗ്രഹേ വേദാത്മികേ നാണമെന്നിയേ മുദാ നാവിന്മേൽ നടനം ചെയ്യണാങ്കാനനെ യഥാകാനനെ ദിഗംബരൻ. വാരിജോദ്ഭവമുഖവാരിജാവാസേ ബാലേ വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതീപദാവതി തോന്നേണം കാലേ കാലേ പാരാതെ സലക്ഷണം മേൽ മംഗളശീലേ. വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നോരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കേണം. വിഷ്ണുജോദ്ഭവസുതനന്ദനപുത്രൻ വ്യാസൻ വിഷ്ണുതാൻ തന്നെ വന്നു പിറന്ന തപോധനൻ. വിഷ്ണുതൻ മായാഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങുന്നേൻ. നാൻമറനേരായ രാമായണം ചമയ്ക്കയാൽ നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാൽമീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനിതാൻ മമ വരം വരികെപ്പോഴും വന്ദിക്കുന്നേൻ. രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനനുമാവല്ലഭൻ മഹേശ്വരൻ. ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ
മാമകേ മനസ്സി വാണിടുവാൻ വന്ദിക്കുന്നേൻ. വാരിജോദ്ഭവനാദിയാകിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുനികളും വാരിജശരാരാതി പ്രാണനാഥയം മമ വാരിജമകളായ ദേവിയും തുണയ്ക്കണം. കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ശരണാരുണാംബുജ ലീനപാംസു സഞ്ചയം മമ ചേതോദർപ്പണത്തിന്റെ മാലിന്യമെല്ലാം തീർത്തു ശോധന ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ. ആധാരം നാനാജഗന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താനരുൾ ചെയ്തു. വേദത്തിന് ആധാരഭൂതന്മാരെ കാണായൊരു ഭൂദേവപ്രവരന്മാർ തദ്വരശാപാദികൾ ധാതൃശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും മതം. വേദജ്ഞോത്തമന്മാർ മാഹാത്മ്യങ്ങളാർക്കു ചൊല്ലാം. പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദജൻ അജ്ഞാനാമാദ്യനായുള്ളോരു ഞാൻ. വേദസംഹിതമായി മുമ്പുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിയിടുന്നേൻ. വേദവേദാംഗ വേദാന്താദി വിദ്യകളെല്ലാം ചേതൽ തെളിഞ്ഞുണർന്നാവോളം തുണക്കേണം. സുരസംഹതീപതി തദനു സ്വാഹാപതി വരദൻ പിതൃപതി നിരുതി ജലപതി കരസാസജാഗതി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഹിനീപതി തനയൻ ഗണപതി സുരവാഹിനീപതി പ്രമഥ കൂടപതി സുടിവാക്യാത്മാദിനപതി കേടാനാം പതി ജഗതി ചരാചരജാതികളായുള്ളോരും അഗതിയായോരടിയെന്നനുഗ്രഹിക്കേണം. അകമേ അഗ്രജൻ അഗ്രേസരൻ മദ്ഗുരുനാഥൻ അനേകാന്തേവാസികളോടും ഉൾക്കുരുന്നിങ്കൽ വാഴ്ക. രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുബോധന്മാർ മറ്റുള്ളവരും. ഇതുവരെ ഉള്ള ഒന്നാമത്തെ ഭാഗം പാരായണം ചെയ്തത് സരസ്വതി ബാലകൃഷ്ണൻ അവர்களാണ്. ഇനി തുടർന്നുള്ള ഭാഗങ്ങൾ പാരായണം ചെയ്യുന്നത് ശ്രീ GR ഗോവിന്ദൻ അവர்களാണ്. മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളോരും ശ്രീരാമായണം പുരാ വിരിഞ്ച വിരചിതം 100 കോടി ഗ്രന്ഥമുണ്ടില്ലതു ഭൂമി തന്നിൽ. രാമനാമത്തെ ജപിച്ചോരു കാട്ടാളൻ മുന്നം മാമുനിപ്രവരനായി വന്നതു കണ്ടു ധാത. ഭൂമിയിലുള്ള ജന്തുക്കൾക്കു മോക്ഷാർത്ഥമിനി ശ്രീമഹാരാമായണം ചമയ്ക്കെന്നരുൾ ചെയ്തു. വീണാപാണിയും ഉപദേശിച്ചു രാമായണം. വാണിയും വാഗ്മീകിതന്നാവിന്മേൽ വാണിയിടിനാൽ വാണിയിടുക വണ്ണമെന്നാവിന്മേലേവം ചൊൽവാൻ നാണമാകുന്നു താനും അതിനെന്താവതിപ്പോൾ. വേദശാസ്ത്രങ്ങൾക്കധികാരിയല്ലെന്നതോർത്ത് ചേതസി സർവം ക്ഷമിച്ചിടുവിൻ കൃപയാലേ. അധ്യാത്മപ്രദീപകമത്യന്തം രഹസ്യമിത രഹസ്യം യദധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം. അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും അസന്നിഗ്ധമിജന്മം കൊണ്ടേ. ഭക്തി കൈക്കൊണ്ടു കേട്ടുകൊള്ളുവിൻ ചൊല്ലിയിടുവനെത്രയും ചുരുക്കി ഞാൻ. രാമമാഹാത്മ്യമെല്ലാം ബുദ്ധിമത്തുക്കളായോരി കഥ കേൾക്കുന്നാകിൽ ബദ്ധരാകിലും ഉടൻ മുക്തരായി വന്നുകൂടും. ധാത്രീഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാദിദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തതുമൂലം. ദുഗ്ധാബ്ധി മധ്യേ ഭോഗി സത്തമനായിടുന്ന മെത്തമേ യോഗനിദ്ര ചെയ്തിടും നാരായണൻ.
ധാത്രീമണ്ഡലം തന്നിൽ മാർത്താണ്ഡകുലത്തിങ്കൽ ധാത്രീന്ദ്രവീരൻ ദശരഥനു തനയനായി രാത്രിചാരികളായ രാവണാദികൾ തമ്മെ മാർത്താണ്ഡാത്മജപുരം പ്രാപിപ്പിച്ചോരു ശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യവേദ്യനാം സീതാപതി ശ്രീപാദം വന്ദിക്കുന്നേ. തുടർന്നുള്ള ഭാഗങ്ങൾ പാരായണം ചെയ്യുന്നത് ശ്രീമതി അമ്പിളി ശശി. കൈലാസാചലേ സൂര്യകോടിശോഭിതേ വിമലാലയേ രത്നപീഠേ സമിഷ്ടം ധ്യാനനിഷ്ടം ഭാലലോചനം മുനിസിദ്ധദേവാദിസേവ്യം നീലലോഹിതം നിജവർത്താരം വിശ്വേശ്വരം വന്ദിച്ചു വാമോത്സംഗേ വാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ സർവാത്മാവായ നാഥ പരമേശ്വര പോറ്റി സർവലോകവാസ സർവേശ്വര മഹേശ്വര സർവശങ്കര ശരണാഗത ജനപ്രിയ സർവദേവേശ ജഗന്നായക കാരുണ്യാബ്ദേ അത്യന്തം രഹസ്യമാം വസ്തുവെന്നിരിക്കിലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തി വിശ്വാസ ശുശ്രൂഷാദികൾ കാണുന്തോറും ഭക്തന്മാർക്കുപദേശം ചെയ്തിടുമെന്നു കേൾപ്പൂ. ആകയാൽ ഞാനുണ്ടൊന്നു നിന്തിരുവടി തന്നോടാകാംക്ഷ പരവശതാ ചേതസാ ചോദിക്കുന്നു. കാരുണ്യമെന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വം ഉപദേശിച്ചിടണം. തത്വഭേദങ്ങൾ വിജ്ഞാന വൈരാഗ്യാദി ഭക്തി ലക്ഷണം സംഖ്യ യോഗഭേദാദികളും ക്ഷേത്രോപവാസഫലം യാഗാദി കർമ്മഫലം തീർത്ഥസ്നാനാദിഫലം ദാനധർമാദിഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതാവണ്ണം നിന്തിരുവടിയരുൾ ചെയ്തു കേട്ടതു മൂലം സന്തോഷമകതാരിലേറ്റവും ഉണ്ടായി വന്നു. ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്ക മൂലമന്ദത്വം തീർന്നുകൂടി ചേതസീ ജഗൽപദേ. ശ്രീരാമദേവൻ തന്റെ മാഹാത്മ്യം കേൾപ്പാനുള്ളിൽ പാരമാഗ്രഹമുണ്ടു ഞാനതിൻ പാത്രമെങ്കിൽ കാരുണ്യാബ്ദേ കനിഞ്ഞരുളി ചെയ്തിടണമാരും നിന്തിരുവടി ഒഴിഞ്ഞില്ലതു ചൊൽവാൻ. ഈശ്വരി കാർത്യായനി പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോടീ വണ്ണം ചോദ്യം ചെയ്തതു കേട്ടു തെളിഞ്ഞു ദേവൻ. ജഗദാദ്യനീശ്വരൻ മന്ദഹാസം പൂണ്ടരുൾ ചെയ്തു. ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതി ഭദ്രേ നിന്നോളമാർക്കുമില്ല ഭഗവത് ഭക്തിനാഥേ. ശ്രീരാമദേവ തത്വം കേൾക്കണമെന്നു മനതാരിലാകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം. മുന്നമെന്നോടിതാരും ചോദ്യം ചെയ്തില്ല, ഞാനും നിന്നാണേ കേൾപ്പിച്ചതില്ലാരെയും ജീവനാഥേ. അത്യന്തം രഹസ്യമായുള്ളൊരു പരമാത്മതത്വാർത്ഥമറികയിൽ ആഗ്രഹമുണ്ടായതും ഭക്ത്യതിശയം പുരുഷോത്തമണ്ടങ്കലേറ്റം നിത്യവും ചിത്തകാമ്പിൽ വർദ്ധിക്ക തന്നെ മൂലം ശ്രീരാമപാദാംബുജം വന്ദിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ. ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതൻ കാരണനേകൻ പരൻ പുരുഷോത്തമൻ ദേവനനന്ദനാദിനാഥൻ ഗുരുകാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം ജഗതുത്ഭവസ്ഥിതി പ്രളയ കർത്താവായ ഭഗവാൻ വിരിഞ്ച നാരായണ ശിവാത്മകൻ അദ്വയനാദ്യനജന്ന അവയന ആത്മരാമൻ തത്വാത്മാ സച്ചിന്മയൻ സകളാത്മനീശൻ മാനുഷനെന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ മാനസം മായാതമം സംവൃതമാകമൂലം സീതാരാഘവമരുൾ സൂനു സംവാദം മോക്ഷസാധനം ചൊൽവന്നാഥേ കേട്ടാലും തെളിഞ്ഞു നീ. അടുത്ത ഭാഗങ്ങൾ പാരായണം ചെയ്യുന്നത് ശ്രീമതി സുശീല രവീന്ദ്രൻ. ദേവകണ്ഠ
പക്ഷിബന്ധനെ കൊന്നു. ദേവിയും അനുജനും വാനരപ്പടയുമായി സപ്തരമയോധ്യബുക്കഭിഷേകവും ചെയ്തു. സത്താമാത്രാത്മാ സകലേശനവ്യയന്നാഥൻ മിത്രപുത്രാദികളും മിത്രവർഗത്താലും അത്യുത്തമന്മാരാം സഹോദര വീരന്മാരും കീകസാത്മജാസുതനാ വിഭീഷണാലും ലോകേശാത്മജനായ വസിഷ്ഠാദികളാലും ദിവ്യനായി സൂര്യകോടി തുല്യ തേജസ ജഗശ്രാവ്യമാം ചരിതവും കേട്ടു കേട്ടാനന്ദിച്ചു. നിർമ്മലമണിലസൽ കാഞ്ചന സിംഹാസനെ തന്മയാ ദേവിയായ ജാനകിയോടും കൂടി സാനന്ദമിരുന്നരുളിയിരുന്ന നേരം പരമാനന്ദമൂർത്തി തിരുമുമ്പിലാമാറു ഭക്യ വന്ദിച്ചു നിൽക്കുന്നൊരു ഭക്തനാം ജഗൽ പ്രാണനന്ദൻ തന്നെ തൃക്കൽ കാരുണ്യമൂർത്തി മന്ദഹാസവും കൊണ്ടു സീതയോടരുൾ ചെയ്തു. സുന്ദരരൂപേ ഹനുമാൻ നിന്നിലും എന്നിലുമുണ്ടല്ലോ നേരുമിവൻ തന്നുള്ളിൽ അഭേദയായുള്ളൊരു ഭക്തിനാഥേ ധന്യേ സന്തതം പരമാത്മജ്ഞാനത്തെ ഒഴിഞ്ഞൊന്നിലും ഒരു നേരം ആശയവുമില്ലയല്ലോ. നിർമ്മലാത്മജ്ഞാനത്തിന്നിവൻ പാത്രമത്രേ നിർമ്മമൻ നിത്യബ്രഹ്മചാരികൾ മുമ്പലല്ലോ. കൽമഷനുവനേതുമില്ലെന്നു ധരിച്ചാലും തന്മനോരഥത്തെ നീ നൽകണം മടിയാതെ. നമ്മുടെ തത്വമെന്നറിയിക്കണം ഇപ്പോൾ ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ. ബ്രഹ്മോപദേശത്തിനു ദുർലഭം പാത്രമിവൻ ബ്രഹ്മജ്ഞാനാബ്ദികളിലുത്തമോത്തമനിടോ. ശ്രീരാമദേവനേവ മരുളി ചെയ്ത നേരം മാരുതി തന്നെ വിളിച്ചരുളി ചെയ്തു ദേവി. ധീരന്മാർ ചൂടും മകുടത്തിങ്കിൽ നായകക്കല്ലേ ശ്രീരാമപാദഭക്തപ്രവര കേട്ടാലും നീ. സച്ചിദാനന്ദമേകമദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം സത്താമാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്നു നിശ്ചയിച്ചാലും ഉള്ളിൽ ശ്രീരാമദേവനെ നീ. നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മമീ ശ്രീരാമനെന്നറിഞ്ഞുകൊണ്ടാലും നീ. സർവകാരണം സർവവ്യാപിനം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവദം സർവാധാരം സർവദേവതാമയം നിർവികാരാത്മാ രാമദേവനെന്നറിഞ്ഞാലും എന്നുടേ തത്വമീ ചൊല്ലിടാമുള്ള വണ്ണം നിന്നോടു ഞാൻ താൻ മൂലപ്രകൃതിയായതടോ. എന്നുടേ പതിയായ പരമാത്മാവു തന്റെ സന്നിധി മാത്രം കൊണ്ടു ഞാനിവ സൃഷ്ടിക്കുന്നു. തത്സാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടന്മാം അവയെല്ലാം തത്സ്വരൂപത്തിങ്കലാക്കിയിരുന്നു പുതജനം. തത്സ്വരൂപത്തിനുണ്ടോ ജനാദികളെന്നു തത്സ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാവോ. ഭൂമിയിൽ ദിനകര വംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷബോധികളെ വധിപ്പാനായിക്കൊണ്ടു വിശ്വാമിത്രനോടുകൂടെ എഴുന്നള്ളിയ കാലം. ഹൃദയായടുത്തൊരു ദുഷ്ടയാം താടകയെ പദ്ധതി മധ്യേ കൊന്നു സത്വരം സിദ്ധാശ്രമം ബദ്ധമോദേന പുക്കുയാകരക്ഷയും ചെയ്തു. സിദ്ധസങ്കൽപ്പനായ കൗശിക മുനിയോടും മൈഥില രാജ്യത്തിനായി കൊണ്ടുപോകുന്ന നേരം മൈഥിലി ഗൗതമഭഗ്നിയായ രഹല്യാശാപം തീർത്തു. പാദപങ്കജം തൊഴുതോളെ അനുഗ്രഹിച്ചാദരപൂർവം മിഥിലാപുരമുഖം പൊക്കു. മുപ്പുരവൈയുടെ ചാപവും മുറിച്ചുടൻ മൽപാണിഗ്രഹവും ചെയ്തു പൊക്കോരും നേരം മുൽപ്പൂതടുത്തൊരു ഭാർഗവരാമൻ തന്റെ സർപ്പവുമടക്കി വൻപോടയോധ്യയും പൊക്കോ. 12 സംവത്സര മിരുന്നു സുഖത്തോടെ താതനോ അഭിഷേകത്തിനാരംഭിച്ചാനതോ. മാതാവുകയും മുടക്കിയതു മൂലം ഭ്രാതാവാകിയ സുമിത്രാത്മജനോടും കൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ചകാലം. താതൻ വൃദ്ധാരിപുരം പുക്ക വൃത്താന്തം കേട്ട ശേഷം ചിത്തശോകത്തോടുതക്രിയാദികൾ ചെയ്തു. ഭക്തനാം ഭരതനെ അയച്ചു രാജ്യത്തിനായി. ഖണ്ഡകാരണ്യം പുക്കകാലത്തു വിരാതനെ ഖണ്ഡിച്ചു. കുംഭോദ്ഭവനാമകസ്ഥനെ കണ്ടു. പണ്ഡിതന്മാരാ മുനിമാരോട് സത്യം ചെയ്തു. ഖണ്ഡമെന്നിയെ രക്ഷോവും ശക്തിയൊടുക്കുവാൻ പുക്കിതൂ പഞ്ചവടി തത്ര
ഇനി അടുത്ത ഭാഗം പാരായണം ചെയ്യുന്നത് ദേവി വേണുഗോപാൽ. കാലം പുഷ്കരാചരപരവാസയായി വന്നാളല്ലോ രക്ഷോനായകനുടെ സോദരി സുർപ്പണക ലക്ഷ്മണനവരുടെ നാസിക ഛേദം ചെയ്തു. ഉന്നതനായ കരൻ ഗോപിച്ചു യുദ്ധത്തിനാൽ വന്നിതു 14 സഹസ്രം പടയോടും കൊന്നിതു 3 നാഴിക കൊണ്ടു തന്നെ. പിന്നെ ശൂർപ്പണക പോയി രാവണനോടു ചൊന്നാൾ, മായ പൊന്മാനായി വന്നൊരു മാരിതൻ തന്നെ സായുധം പ്രയോഗിച്ചു കൽവതി കൊടുത്തപ്പോൾ മായാസീതയെ കൊണ്ടു രാവണൻ പോയ ശേഷം മായാമാനുഷൻ ജടായുസിനു മോക്ഷം നൽകി. രാക്ഷസവേഷം കൊണ്ട കബന്ധൻ തന്നെ കൊന്നു. മോക്ഷവും കൊടുത്തു പോയി ശബരി തന്നെ കണ്ടു. മോക്ഷദാനവളുടെ പൂജയും കൈക്കൊണ്ടതാ. മോക്ഷദാനവും ചെയ്തു ബുക്കിതു പമ്പാതീരും. തത്ര കണ്ടിതു നിന്നെ പിന്നെ നിന്നോടുകൂടി. മിത്രനന്ദനായ സുഗ്രീവൻ തന്നെ കണ്ടു. മിത്രമായിരിപ്പുതൻ അന്യോന്യം സഖ്യം ചെയ്തു. മിത്രാരിപുത്രനായ ബാലിയെ വധം ചെയ്തു. സീതാന്വേഷണം ചെയ്തു ദക്ഷിണാജലതിയിൽ. ഏതുബന്ധനം ലങ്കാമർദ്ദനം പിന്നെ ശേഷം പുത്രമിത്രാമാത്യാഭൃത്യാദികളോടുകൂടി യുദ്ധസന്നദ്ധനായ ശത്രുവാം ദശാസ്യനെ ശസ്ത്രേണ വധം ചെയ്തു രക്ഷിച്ചു ലോകത്രയും. ഭക്തനാം വിഭീഷൺ അഭിഷേകവും ചെയ്തു. പാവഗന്ധങ്ങൾ മറഞ്ഞിരുന്നോരെന്നെ പിന്നെ പാവനായെന്നോ ലോകസമ്മതമാക്കിക്കൊണ്ടു. പാവകനോടു വാങ്ങി പുഷ്കരം കരയേറി. ദേവകളോടു അനുവാദം കൊണ്ടയോധ്യാം രാജ്യത്തിന് അഭിഷേകം ചെയ്തു ദേവാദികളാൽ. പൂജ്യനായിരുന്നരുളീടിനാൻ ജഗന്നാഥൻ രാജനാം നാരായണൻ. ഭക്തിയുള്ളവർക്കു സായുജ്യമോക്ഷത്തെ നൽകിയിടിനാം നിരഞ്ജനൻ. ഏമാദികളായ കർമ്മങ്ങൾ തന്റെ മായാദേവിയ എന്നിൽ കൊണ്ടു ചെയ്യിപ്പിക്കുന്നു നൂനം. രാമനാം ജഗൽ ഗുരു നിർഗുണൻ ജഗതവി രാമനഗയനേകനാനന്ദനാത്മാനാത്മാ. രാമനഗയൻ വരൻ നിഷ്കലൻ വിദ്വംസ. രാമനച്യുതൻ വിഷ്ണു ഭഗവൻ നാരായണൻ. ഗമിക്കുന്നതും പുനരിക്കുന്നതും കിഞ്ചിൽ ഭ്രമിക്കുന്നതും സദാ ദുഃഖിക്കുന്നതുമില്ല. നിർവികാരാത്മാ തേജോമയനായി നിറഞ്ഞൊരു നിർവദാനൊരു വസ്തു ചെയ്തയില്ലൊരു നാളും. നിർമ്മലൻ പരിണാമഹീനനാനന്ദമൂർത്തി നിശ്ചിന്മയൻ മായാമയൻ തന്നെ മായാദേവി. കർമ്മങ്ങൾ ചെയ്യുന്നതു താനെന്നു തോന്നിക്കുന്നു. തന്മയാ ഗുണങ്ങളെ താനനുസരിക്കയാൽ അഞ്ജനാതനയോടിങ്ങനെ സീതാദേവി കണ്ഠനാലോചന തത്വമുപദേശിച്ച ശേഷം അഞ്ജസാരാമദേവൻ മന്ദഹാസവും ചെയ്തു. മഞ്ജുളവാച പുനരവനോടുര ചെയ്തു. പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിചയ കാണുന്നതു ജീവാത്മാവറിയുകടോ. തേജോരൂപിണിയാകും എന്നുടെ മായതങ്ങൾ വ്യാജമെന്തിയെ നിഴലിക്കുന്നു കബീവരാം. ഓരോരോ ജലാശ്രയെ കേവലം മഹാകാശം നേരെ നീ കാണീലയോ കണ്ടാലും അതുപോലെ. സാക്ഷാലുള്ളൊരു പരബ്രഹ്മം പരമാത്മാ സാക്ഷിയായുള്ള ബിംബം ഇഷ്ടലാമതു സഭേ. തത്തമസ്കാദി മഹാവാക്യാർത്ഥം കൊണ്ടു മമ തത്വത്തെ എറിഞ്ഞിടാം ആചാര്യകാരുണ്യത്താൽ. മദ്ഭക്തനായുള്ളവൻ ഇപ്പതാമറിയുമ്പോൾ മദ്ഭാവം പ്രാപിച്ചിടുമില്ല സംശയമേതും. മദ്ഭക്തി മുഖന്മാർ ശാസ്ത്രകർത്തങ്ങൾ തോറും സദ്ഭാവം കൊണ്ടു ചാടി വീണു മോഹിച്ചിടുന്നു. ഭക്തിഹീനന്മാർക്കു 100,000 ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും. പരമാത്മാവാം മമ ഹൃദയം രഹസ്യമീതൊരു നാളും. മദ്ഭക്തിഹീനന്മാരായി നീ വീടും നരന്മാരോടു പറഞ്ഞറിയിക്കരുതടോ. പരമോപദേശമില്ലതിന്മീതയൊന്നും ശ്രീ മഹാദേവൻ മഹാദേവിയോടരുൾ ചെയ്ത രാമമാകാജ്ഞാമിതം പവിത്രം നിത്യതം. ഭാഗം പാരായണം ചെയ്യുന്നത് ശ്രീമതി മാധുരി മോഹൻ. മോക്ഷദം പാവഹരം നിത്യമാനന്ദോദയം
സർവവേദാന്തകാര സംഗ്രഹം രാമതത്വം ദിവ്യനാം ഹനുമാനോടോദേശിച്ചതെല്ലാം ഭക്ഷിപുണ്ഡനാരദം പഠിച്ചിടുന്ന കുമാൻ മുക്തനായി വരുമൊരു സംശയമില്ലാതെ ബ്രഹ്മഹത്യാദി ദുരിതങ്ങളും ബഹുവിധം ജന്മങ്ങൾക്കൊരു മർദ്ദിച്ചുള്ളവയെന്നാകിലും ഒക്കവേ നശിച്ചോ എന്നരുൾ ചെയ്തു രാമൻ മക്കളെ പ്രവേരനോടെന്നതു സത്യമല്ലോ ജാതിരന്മര ശ്രീധന ഹരി ഭാവി മാതൃഘാതകൻ പിതൃഘാതകൻ ബ്രഹ്മാഹന്ത യോഗ്യതരി സുവർണത്തെ ദുഷ്ടൻ ലോകനിന്ദിതനവൻ ഭക്യ രാമനാമത്തെ ജപിച്ചിടുകിൽ ദേവകള രാമോദപൂരം പൂജനായി വരുമത്രയെല്ലാം യോഗീന്ദ്രന്മാരാൽ പോലും അലഭ്യമായ വിഷ്ണു ലോകത്തെ പ്രാപിച്ചിടുമില്ല സംശയമേതും ഇങ്ങനെ മഹാദേവനരുൾ ചെയ്തതു കേട്ടു ഇങ്ങിടും ഭക്തിപൂർവമരുൾ ചെയ്തു ദേവി മംഗളാത്മാവേ മമ ഭർത്താവേ ജഗൽപദേ ഗംഗകാമുക പരമേശ്വരാദയാനിതേ പന്നര വിഭൂഷണാനനുഗ്രഹീതയാൽ ഭിന്നയാശ്രിതാക്ഷയാൽ സുഷയായി വന്നീരല്ലോ ഭിന്നമായി വന്നു മമ സന്ദേഹമെല്ലാം ഇപ്പോൾ സന്നമായതു മോഹമൊക്കെ നിന്നനുഗ്രഹ നിർമ്മലം രാമരത്വാമൃതമാംരസായനം സ്വന്മുഖോദ്യവിധമാവോളം പാനം ചെയ്താലും എന്നുള്ളിൽ തൃപ്തി വരി എന്നുള്ളതില്ലല്ലോ നിർണയമതു മൂലമൊന്നു ചൊല്ലുന്നു ഞാൻ സംക്ഷേപിച്ചരുൾ ചെയ്തേതുമീ മതിയല്ല സാക്ഷാത് ശ്രീനാരായണൻ തൻ മഹാത്മ്യങ്ങളെല്ലാം ഹിംസണന്മാർക്കു വിദ്യ ഉണ്ടാകയില്ലല്ലോ ഇംഗണന്മാരായുള്ളോ തത്വവും ഉണ്ടായി വരാം കിംഗണന്മാർക്കു നിത്യദൗത്യവും ഉണ്ടായി വരാം ഇന്ദേവന്മാർക്കു ഗതിയും പുനരതുപോലെ ഉത്തമമായ രാമചരിതം മനോഹരം വിസ്തരിച്ചരുളി ചെയ്തിടണം മതിയാതെ ഈശ്വരൻ ദേവൻ പരമേശ്വരൻ മഹേശ്വരൻ ഈശ്വരിയുടെ ചോരൻ കേട്ട നേരം മന്ദഹാസവും ചെയ്തു ചന്ദ്രശേഖരൻ വരൻ സുന്ദരഗാത്രി കേട്ടു കൊണ്ടുവന്നരുൾ ചെയ്തു വേദാഭൂഷരകോടി കേന്ദ്രവിസ്തരം മുല വേദ സംവിധമരുൾ ചെയ്തു രാമായണം വസ്മി പുനരുപത്തിനാലായിരമായി നാനുകൻ നിയോഗത്താൽ മാനുഷമുഖ്യക്തമായി ചമത്കാനമേതു ചുരുക്കി രാമദേവൻ നമുക്കുപദേശിച്ചിരുന്നാനിവമ്പുരാം അധ്യാത്മരാമായണ എന്ന വേദിനിതം അധ്യയനം ചെയ്യുന്നു സത്യാത്മജ്ഞാനമുണ്ടാം പുത്രസന്ധരീതന സമർച്ചീദീർഘായുസ്സും നിത്യസമ്പത്തി കൃഷി രോഗശാന്തിയുമുണ്ടാം ഭക്തിയും വർദ്ധിച്ചിടും മുക്തിയും സിദ്ധിച്ചിടും എത്രയും രഹസ്യമീ രീതിയിലോ കേട്ടാലും നീ ശിവൻ കഥ ആഖ്യാനം ചെയ്യുന്നു ഭക്തിഗന്ധരമുഖ രാക്ഷസ വീരന്മാരാൽ സന്തതം വാരേണ സംരക്ഷയാമുമീ ദേവി ഗോരൂപം കൊണ്ടു ദേവതാപസഗണത്തോടും താരകാസന ലോകം പ്രാപിച്ചു കരഞ്ഞേറ്റം വേദനായെല്ലാം ഇതാ രാധാവിനോടറിയിച്ചാൽ വേദാവും മുഹൂർത്തമാത്രം വിചാരിച്ച ശേഷം വേദനായകനായ നാഥനോടിവ ചെന്നു വേദനം ചെയ്യുക എന്നെ മറ്റൊരു കഴിവില്ല സാരസോത്ഭവനേവം ചിന്തിച്ചു ദേവന്മാരോ ഞാനുടെ വേദം നമ്പി കൂട്ടിക്കൊണ്ടങ്ങുപോയി ക്ഷീരസാഗരം കാവിച്ചു ദേവമുനി മാരോടുകൂടി സ്തുതി ഞാൻ ഭക്തിയോടെ ഭാവനയോടുകൂടി പുരുഷ സുഖം കൊണ്ടു ദേവനെ സേവിച്ചിരുന്നു ഞാൻ വഴി പോലെ അന്നേരമൊരു 10,000 ആദിത്യന്മാർ ഒന്നിച്ചു കിടക്കുതിച്ചിരുന്നതുപോലെ പത്മസംഭവൻ രമിക്കം ഓരോ കനായി വന്നു പത്മലോചനായ പത്മനാഭനെ മോദാൽ മുക്തമാരായുള്ളൊരു സിദ്ധയോഗികളാലും ദുർദശമായ ഭഗവം മനോഹരം ചന്ദ്രികാമന്ദസ്മിത സുന്ദരാനനവും ചന്ദ്രമണ്ഡലമലോചനം ദേവം ഇന്ദ്രനീലാവംബരമിന്ദിരാ മനോഹര മന്ദിരേ വക്ഷസ്ഥലം ആനന്ദോദയം വത്സലാഞ്ചനാവസ്ത്രം പാദവം ഗജഭക്തസ്ഥലം സമസ്തലോത്സവം തേവിതം മേരു സന്നിവ
കിരീടോദ്യ കുണ്ടല മുക്തം ആലകേയുരാംഗത കലകരിൻ സൂത്ര കലയാകുലീയഗാദ്യ അഹിത വിഭൂഷണ സഹിത കലേഭരം തമയാ മനോഹരം കരുണാകരം കണ്ടു പരമാനന്ദം കൊണ്ടു സരസിയുധവൻ മധുരസ്ഫുരാക്ഷരം. അടുത്തത് ശ്രീലത വിജയനാണ് പാരായണം ചെയ്യുന്നത്. സരസീരുഹഭവൻ മധുരസ്ഫുടാക്ഷരം സരസപദങ്ങളായി തുതിച്ചു ഉടങ്ങിനാൻ. പരമാനന്ദമൂർത്തി ഭഗവൻ ജയ ജയ മോക്ഷകാമികളായ സിദ്ധയോഗീന്ദ്രന്മാർക്കും സാക്ഷാൽ കാൺമതിന്നരുതാതൊരു പാദാംബുജം നിത്യവും നമോസ്തുതേ സകല ജഗത്പദേ നിത്യനിർമ്മലമൂർത്തി നിത്യവും നമോസ്തുതേ സത്യജ്ഞാനാനന്ദ ആനന്ദാമൃതദ്വയമേകം നിത്യവും നമോസ്തുതേ കരുണാജലനിധേ. വിശ്വത്തെ സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടും വിശ്വനായക പോറ്റി നിത്യവും നമോസ്തുതേ. സ്വാധ്യായത തപോധനാദികർമ്മങ്ങളാൽ സാധ്യമല്ലൊരുവനും കൈവല്യമൊരു നാളും. മുക്തിയെ സിദ്ധിക്കണം എങ്കിലോ ഭവൽപാദ ഭക്തി കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാലാവതില്ല. നിന്തിരുവടിയുടെ ശ്രീപാദാംബുജതുണ്ട മുക്തിയെ കാണായി വന്നത് എനിക്കു ഭാഗ്യവശാൽ. സത്വചിത്തന്മാരായ താപസശ്രേഷ്ഠന്മാരായ നിത്യവും ധരിക്കപ്പെട്ടൊരു പാദപങ്കജങ്ങളിൽ ഭക്തി സംഭവിക്കണം. ചേതസി സദാകാലം ഭക്തിവത്സല പോറ്റി. സംസാരാമയ പരിതപ്തമാനസന്മാരാം പുംസാം ഭക്തി ഒഴിഞ്ഞില്ല ഭേഷജമേതും മരണമോർത്തു മമ മനസി. പരിതാപം കാരുണാമൃത നിരേ വളരുന്നു. മരണകാലേ തവ തരുണാരുണ സമ ശരണസരസിജ സ്മരണമുണ്ടാവാനായി തരികവരം നാഥ കരുണാകര പോറ്റി. ശരണം ദേവാരമാരമണധരാപദേ. പരമാനന്ദമൂർത്തേ ഭഗവൻ ജയ ജയ ഭഗവൻ പരമാത്മൻ പരബ്രഹ്മാഖ്യ പരതിന്മയ പരാപര മാഷാജയ നാരായണ വൈകുണ്ഠ ജയ ജയ. ചതുരാനനനിധി സ്തുതി ചെയ്തൊരു നേരം മധുരതരമതി വിശദസ്മിതപൂർവം അരുൾ ചെയ്തു നാദാൻ. എന്തിപ്പോൾ എല്ലാവരും ഒരുമിച്ചെന്നെ കാണാനിവിടെ പുരറ്റോടെ വരുവാൻ മൂലം അതു ചൊല്ലുകെന്നത് കേട്ടു സരസീരുഭവനീ വണ്ണം ഈ വണ്ണം ഉണർത്തിച്ചു. നിന്തിരുവടി തിരുവള്ളത്തിലേറാതെ കണ്ടെന്തൊരു വസ്തു ലോകത്തിങ്കലുള്ളതു പോറ്റി. എങ്കിലും ഉണർത്തിക്കാം മൂന്നു ലോകത്തിങ്കലും സങ്കടം മുഴുത്തിരിക്കുന്നതിക്കാലം നാഥ. പൗലസ്ത്യതനാം രാവണൻ തന്നാലിപ്പോൾ ത്രൈലോക്യം നശിച്ചിരുമിക്കതും ജഗൽപതി. മദ്ദവരണബല തർപ്പിതനായിട്ടതി നിർഭയം മുടിക്കുന്നു വിശ്വത്തെ എല്ലാം. അയ്യോ ലോകപാലന്മാരെയും തച്ചാട്ടിക്കളഞ്ഞവൻ ഏകശാസനമാക്കി ചമച്ചു ലോകമെല്ലാം. പാകശാസനെയും സമരെ കെട്ടിക്കൊണ്ട് നാഗശാസനവും ചെയ്തിടിനാണ്ട്. യാഗാദികർമ്മങ്ങളും മുടങ്ങിയത്രയല്ല യോഗീന്ദ്രന്മാരാമന്മാരെയും ഭക്ഷിക്കുന്നു. ധർമ്മപത്നികളെയും പിടിച്ചുകൊണ്ടുപോയാൻ ധർമ്മവും മറഞ്ഞത് മുടിഞ്ഞു മര്യാദയും. മർത്യനാൽ ഒഴിഞ്ഞവനില്ല മറ്റാ അതിനെ മൃത്യുവെന്നതും മുന്നേ കൽപ്പിതും ജഗൽപതി. നിന്തിരുവടി തന്നെ മർത്യനായി പിറന്നിനി പങ്ക്തി സന്തരൻ തന്നെ കൊല്ലണം ദയാനിതേ. സന്തതം നമസ്കാരമതിന്നു മതിരികോ ചെന്തളിൽ കീണ ചിന്തിക്കായി വരേണമേ. പത്മസംഭവനിദ്ധമുണർത്തിച്ചതിന് നേരം പത്മലോചൻ ചിരിച്ചരുളി ചെയ്താനേവം. ചിത്തശുദ്ധിയോടെന്നെ സേവിച്ചു ചിരകാലം പുത്രലാഭാർത്ഥം പുരാ കശ്യപ പ്രജാപതി. ദത്തമായിതോവരം സുപ്രസന്നേനമയ തദ്വത്യം കർത്തോ ഉദ്യോഗമധ്യൈവമേ. കശ്യപൻ ദശരഥന നാംനാരായണേന്ദ്രനായി കാശ്യപീതലേ ചിത്തൃദാതാവേ തസ്യ കുലഭയാകും മതിരി കൗസല്യയും. തസ്യാമാത്മജനായി വന്നു ഞാൻ ജനിച്ചിടും. സഹോദരന്മാരായി 3 പേരുണ്ടായി വരും. ചിൽസ്വരൂപിണി മമ ശക്തിയാ വിശ്വേശ്വരി. ലോകമായ ദേവിയും ജനകാലേ വന്നു. ഈകസാത്മജ
കുലനാശകാരിണിയായി മേദിനി തന്നിൽ യോനിജനായി ഉണ്ടായി വരും ആതിഥേയന്മാർ കവിവീരരായി പിറക്കേണം. മേദിനി ദേവിക്ക് അധികാരം കൊണ്ടുണ്ടായി ഒരു വേദന തീർപ്പാനെന്നാൽ എന്നരുൾ ചെയ്തു നാഥൻ. വേദനായകനെയും അയച്ചു മറഞ്ഞപ്പോൾ നേതാവും നമസ്കരിച്ചിടിനാൻ ഭക്തിയോടെ. ആതിഥേയന്മാരെല്ലാം ആദി തീർന്നതു നേരം ആദിനായകൻ മറഞ്ഞിടിനാൻ. രാശ നോക്കി വേദവും അവനുള്ളിൽ പൂണ്ടുടനുടൻ മേദനീ തന്നിൽ വീണു നമസ്കാരവും ചെയ്ത മേദനീ ദേവിയെയും ആശ്വസിപ്പിച്ച ശേഷം വേദാവും ദേവകളോട് അരുളി ചെയ്താനേകം അനവരാതി കരുണാനിധിൽ ലക്ഷ്മീപതി മാനവപ്രവരനായി വന്നവതരിച്ചിടും. വാസാരാതി ഈശ്വരയെ സാദരമയോധ്യയിൽ വാസവ്യാധികളായ നിങ്ങളും ഒന്നു വേണം. വാസുദേവനെ പരിചരിച്ചു കൊള്ളുവാനായി ദാസഭാവേരമണ്ഡലേ പിറക്കേണം. മാനിയാം ദശാനനം ഭൃത്യന്മാരാകും യാതൊരു യുദ്ധം ചെയ്വതിന്നോരോ കാനനഗിരി ഗുഹാദ്വാര വൃക്ഷങ്ങൾ തോറും വാനരപ്രവരന്മാരായിടും വൈകിടാതെ. സൂത്രാമാദികളോടും പത്മസംഭവൻ നിജ ശാസ്ത്രശാസനമരുൾ ചെയ്തുടൻ കൃതാർത്ഥനായി സത്യലോകവും ബുക്കോ സത്വരം ദരിദ്രിയും ഹസ്തസന്താപമതി സുസ്ഥയായി മരുവിനാൾ. തൽക്കാലെ ഹരി പ്രമുഖന്മാരാം വിമുഖന്മാർക്കവേ ഹരിരൂപധാരികളായാരല്ലോ മാനുഷഹരി സഹായാർത്ഥമായി തതസ്തോ മനുഷഹരി ക്രമത്തോടെ പർവ്വതവൃക്ഷോപല യോതികളായുന്നതേ പർവ്വതതുല്യ ശരീരന്മാരായ നരതും ഈശ്വരം പ്രതീക്ഷമാന്മാരായി പ്ലവകവ്യ പുരുഷന്മാരും ബുദ്ധി സുഖിച്ചു വാണാരല്ലോ. ഇന്നത്തെ പാരായണ ഭാഗങ്ങൾ ഇവിടെ സമാപിച്ചിരിക്കുകയാണ്. ഇന്ന് വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. കാരണം ഇന്ന് നമുക്ക് പതിവ് പോലെയല്ല തുടങ്ങാൻ പറ്റിയത്. ശരിക്കും ഒരു ഗോവിന്ദപുരത്തപ്പൻ്റെ ഈ ക്ഷേത്രത്തിൽ വെച്ച് ഭഗവാന്റെ മുമ്പിൽ തന്നെ എല്ലാവരും രാമായണത്തിലൂടെ ശ്രീരാമ ഭക്തന്മാരെല്ലാവരും ഇവിടെ ഒന്നിച്ചു കൂടാനും അത് പാരായണം ചെയ്യാനും കഴിഞ്ഞു എന്നുള്ളത് വളരെ ഒരു ഭാഗ്യമാണ്. ഇന്നലെ അല്ലെങ്കിൽ ഇന്ന് കാലത്ത് വരെയും ഒരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. കാരണം ഇന്നലെയൊക്കെ ഇടിവെട്ടും മഴയും കറണ്ടില്ല, എങ്ങനെ ഇത് നടത്തും എന്നൊക്കെയുള്ള ഒരു ചിന്തകളുണ്ടായിരുന്നു. പക്ഷേ അത് മാത്രമല്ല, പാരായണം ചെയ്യാനുള്ള ആൾക്കാർക്കും എത്തിപ്പെടാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും ഇവിടെ വന്നപ്പോൾ പറയായിരുന്നു, ഭഗവാൻ ഞങ്ങളെ ഇവിടെ എത്തിച്ചു എന്നാണ് അവർ പറഞ്ഞത്. എന്തായാലും മനോഹരമായിട്ട് തന്നെ ഇന്നത്തെ ഈ പാരായണ ഭാഗങ്ങൾ ഇവിടെ പാരായണം ചെയ്യാൻ കഴിഞ്ഞു. അടുത്ത ദിവസങ്ങളിലൊക്കെ എല്ലാ ദിവസവും അടുത്ത ഈ ഒരു മാസക്കാലം എല്ലാ ദിവസവും രാത്രി 8 മുതൽ 9 വരെയുള്ള സമയം ഓൺലൈനിലൂടെ ഈ രാമായണ പാരായണം നടന്നുകൊണ്ടിരിക്കും. അതിൻ്റെ ഓരോ ഭാഗങ്ങളും നമ്മൾ അതിനെക്കുറിച്ച് വിസ്തരിച്ച് പ്രഭാഷണം നടത്തും. അങ്ങനെ ഒരു സത്സംഗ മാസമാണ് നമ്മൾ ശരിക്കും കൊണ്ടാടുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും അതിൽ ആനന്ദലബ്ധിക്ക് ഇനി എന്തു വേണം എന്ന് പറയുന്ന പോലെ ആ ഭഗവത് കഥകൾ കേട്ടുകൊണ്ട് നമുക്ക് ഒരു മാസക്കാലം തന്നെ കഴിയാം. ഇന്നത്തെ ആദ്യത്തെ പാരായണം ചെയ്തത് ശ്രീമതി സരസ്വതി ബാലകൃഷ്ണൻ, നമ്മുടെ തുളസീദളത്തിൻ്റെ ചീഫ് എഡിറ്ററാണ്, പിന്നെ അധ്യാപികയാണ്, കഥകളി ആർട്ടിസ്റ്റാണ്. ഞങ്ങൾക്കൊക്കെ വളരെ ആദരിക്കപ്പെടുന്ന സരസ്വതി ചേച്ചി അതിമനോഹരമായിട്ട്, ഞാൻ അക്ഷരശ്ലോകം ചൊല്ലണമെന്ന് വിചാരിച്ചു, അത്രയ്ക്കും മനോഹരമായിട്ട് തന്നെയാണ് ഇന്നത്തെ പാരായണ ഭാഗം ഇവിടെ ചെയ്തത്. എല്ലാവർക്കും അത് വളരെയധികം ആസ്വാദ്യകരമായി. പിന്നെ സരസ്വതി ചേച്ചിക്ക് പ്രത്യേകം നമ്മുടെ അഭിനന്ദനങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഇന്ന് അവർ രണ്ടുപേരും മുൻ കേന്ദ്ര പ്രസിഡന്റ് ശ്രീ ബാലകൃഷ്ണ ഷാരുടെയും സരസ്വതിജിയും കൂടിയിട്ടാണ് ഇന്നത്തെ ഈ സത്സംഗം ഉദ്ഘാടനം ചെയ്തത്. അതിലും വലിയ സന്തോഷം. ബാലേട്ടനോടും പ്രത്യേകം നന്ദി പറയുകയാണ്. രണ്ടാമതായിട്ട് പാരായണം ചെയ്തത് ശ്രീ GR ഗോവിന്ദനാണ്. അദ്ദേഹം ഒരു സംഗീതജ്ഞനാണ്, എൻ്റെ ചേട്ടനുമാണ്. അദ്ദേഹം അതിമനോഹരമായിട്ട് ഇതിനു മുമ്പുള്ള എല്ലാ വർഷങ്ങളും സംഗീതാത്മകമായിട്ട് തന്നെ രാമായണം പാരായണം ചെയ്തിട്ടുണ്ട്. അത് എല്ലാവർക്കും വളരെയധികം താല്പര്യവുമുണ്ട്. മാത്രമല്ല എല്ലാ സത്സംഗ കാലത്തും
ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു കീർത്തന ആലാപനവും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാരായണം വളരെയധികം നന്നായിരുന്നു. അദ്ദേഹത്തിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ. പിന്നെ പാരായണം ചെയ്യുന്നത് അമ്പിളി ശശിയാണ്. നന്നായിട്ട് തന്നെ പാരായണം ചെയ്തു. നമ്മളൊക്കെ വീടുകളിൽ എങ്ങനെയാണോ പാരായണം ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്കത് ആസ്വദിക്കാൻ കഴിഞ്ഞു. ഈ ആദ്യമായിട്ടാണ് ഇത്തവണ നമ്മുടെ ഈ സത്സംഗത്തിൽ പങ്കെടുക്കുന്നത്. രാമായണമൊക്കെ സ്ഥിരം ഗ്രഹങ്ങളിലൊക്കെ സ്വന്തം വീടുകളിൽ എല്ലാവരും വായിക്കുന്നുണ്ടെങ്കിലും ഈ മൈക്കിൻ്റെ മുമ്പിൽ വന്നിരുന്ന് വായിക്കാൻ ചിലർക്കൊക്കെ ഒരു മടിയാണ്. ഇനി ആ മടി തീർന്ന് അടുത്ത ഈ സത്സംഗ കാലഘട്ടത്തിൽ പല ദിവസങ്ങളിലും നമ്മളോടൊപ്പം ചേരാൻ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു, പ്രത്യേകം ആഗ്രഹിക്കുന്നു. പ്രത്യേകം അഭിനന്ദനങ്ങൾ. പിന്നെ സുശീല രവീന്ദ്രൻ അടുത്തായിട്ട് പാരായണം ചെയ്തു. അവരും എല്ലാ വർഷവും നമ്മുടെ ഈ സത്സംഗത്തിൽ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ നന്നായിട്ട് തന്നെ നമുക്ക് അത് ആസ്വദിച്ചു. എല്ലാവരും വളരെ നല്ല അഭിപ്രായം അറിയിക്കാറുണ്ട്. എന്തായാലും ശ്രീമതി സുശീല രവീന്ദ്രൻ അവർക്കും വയ്യാതിരിക്കുകയായിരുന്നു. പക്ഷേ എന്താ പറയുക, ഭഗവാൻ ഒരു നിമിത്തമായിട്ട് ഇവിടെ എത്തിച്ചു എന്ന് മാത്രം പറയുന്നു. എന്തായാലും പ്രത്യേകം അഭിനന്ദനങ്ങൾ. പിന്നെ അടുത്തതായിട്ട് പാരായണം ചെയ്തത് ബേബി വേണുഗോപാലാണ്. നമുക്ക് ഇത്തവണ ഈ അപൂർവമായി കിട്ടിയ ഈ സന്ദർഭത്തിൽ ഒത്തുകൂടാൻ കഴിഞ്ഞു. ഇതിനു മുമ്പ് ഈ സത്സംഗത്തിൽ പാരായണം ചെയ്യാൻ സാധിച്ചിട്ടില്ല. പക്ഷെ അവരെന്നും വീടുകളിൽ, നമ്മുടെയൊക്കെ വീടുകളിൽ എന്നും നമ്മളൊക്കെ പാരായണം ചെയ്യുന്നത് പോലെ തന്നെ പാരായണം ചെയ്യാറുണ്ട്. എന്തായാലും വളരെയധികം നന്ദി. വളരെയധികം നന്നായിട്ടുണ്ട്. മാധുരി മോഹൻ സ്ഥിരം നാരായണീയം ഭാഗവതം ഒക്കെ പാരായണം ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകിച്ച് അഭിപ്രായം പറയുന്നില്ല. വളരെ നന്നായിട്ട് പാരായണം ചെയ്തു. പിന്നെ ശ്രീലത വിജയൻ നമ്മുടെ സത്സംഗത്തിലെ ഒരു കുടുംബാംഗമാണ്. അമ്മയായിട്ടും മകളായിട്ടും പേരക്കുട്ടികളായിട്ടും എല്ലാവരും ഈ രാമായണ പാരായണ സത്സംഗത്തിൽ പങ്കെടുക്കാറുണ്ട്. ഞാനത് തുളസികളത്തിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. വളരെ സ്തുത്യർഹമായ ഒരു സേവനം നടത്തുന്ന ഒരു പുണ്യമായിട്ടുള്ള ഒരു കുടുംബമാണ് ശ്രീലത വിജയൻ്റെ. എന്തായാലും എല്ലാവർക്കും പ്രത്യേകം വളരെയധികം നന്ദി. നമ്മുടെ എല്ലാ ആശംസകളും. ഇനിയും ഈ സത്സംഗ മാസത്തിൽ നിങ്ങളൊക്കെ വീണ്ടും വായിക്കാൻ കൂടണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ രാമായണ പാരായണ സമർപ്പണം നടത്തുന്നതിനായിട്ട് ദേവികയെയും ഗോവിന്ദ് ഹരികൃഷ്ണനെയും ഞാൻ പ്രത്യേകം സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. അതിനുശേഷം നമ്മൾ ഒരു രാമായണത്തെ കുറിച്ച് ചെറിയ ഒരു പ്രഭാഷണം, അത് കഴിഞ്ഞാൽ രാമായണത്തിലെ എല്ലാ ഭാഗങ്ങളും പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളും കോർത്തിണക്കിക്കൊണ്ട് ഒരു നൃത്തം, ശ്രീമൻ രാമചന്ദ്രനും സംഘവും അവതരിപ്പിക്കുന്ന ഒരു നൃത്തം ഇവിടെ അവതരിപ്പിക്കുന്നതായിരിക്കും. അത് എല്ലാവരും കാണേണ്ടതാണ്. നല്ല അതിമനോഹരമാണത്. എന്തായാലും രാമായണ പാരായണ സമർപ്പണം ഇതിനെക്കുറിച്ച് പ്രത്യേകം ഞാൻ പറയേണ്ടതാണ്. കാരണം ഈ രാമായണ പാരായണ സത്സംഗം തുടങ്ങിയ കൊല്ലം മുതൽ ഇപ്പോൾ 4 വർഷം കഴിഞ്ഞു. ആ കൊല്ലം മുഴുവനും ദേവിയും ഈ ദേവികയും ഗോവിന്ദുമാണ് ഈ എന്താ പറയുക, നമ്മൾ മാല കെട്ടുമ്പോൾ ഏറ്റവും ആദ്യം ഒരു തുളസിക്കതിര് വെച്ചിട്ട് അത് തുടങ്ങുക. അതേമാതിരി നമ്മുടെ രാമായണ പാരായണ സത്സംഗത്തിന്റെ തുളസിക്കതിരാണ് ഇവരില്ലാതെ രാമായണ പാരായണം ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ അവര് പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നവരാണ്. ഇപ്പോൾ ദേവിക ഇപ്പോൾ +1 വിദ്യാർത്ഥിനിയായി. ഗോവിന്ദാണെങ്കിൽ SSLCക്ക് പഠിക്കുന്നു. ഈ ഗോവിന്ദ് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തുടങ്ങിയതാണ്. എന്താ പറയുക, പ്രാർത്ഥന ചൊല്ലാൻ വിക്കിയൊക്കെ പറഞ്ഞു തുടങ്ങിയ ആളിപ്പോൾ രാമായണ പാരായണം വളരെ സുന്ദരമായിട്ട് നടത്തുന്നു. നമുക്ക് നാളെ സത്സംഗത്തിൽ ഇവർ രണ്ടുപേരും പാരായണം ചെയ്യുന്നുണ്ട്. ഗോവിന്ദിന് പ്രത്യേകം ഒരു അഭിനന്ദനമുണ്ട്. കാരണം ഈ കേരളത്തിലെ ഹൈസ്കൂൾ വിദ്യാർത്ഥികളിൽ ക്വിസ് മത്സരത്തിൽ ഒന്നാമതെത്തിയിട്ടുള്ള വിദ്യാർത്ഥിയാണ് ശ്രീ ഗോവിന്ദ്. പ്രത്യേകം അഭിനന്ദിക്കുന്നു. ആ ഒരു ഈശ്വര കടാക്ഷം, എങ്ങനെയാണ് ആ ഈശ്വരാനുഗ്രഹം വന്നത് എന്നുള്ളതിനുള്ള ഒരു ഉത്തമ തെളിവാണ് ഈ 2 കുട്ടികളും. വളരെയധികം ഭാഗ്യം അവർക്ക് സിദ്ധിച്ചിരിക്കുന്നു. എന്തായാലും രാമായണ പാരായണ സമർപ്പണത്തിന് വേണ്ടി അവരെ ക്ഷണിക്കുന്നു. പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവസംഭാഷണം ബാലീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീമർദ്ദനം പശ്ചാദ്രാവണകുംഭകർണനിധനം ഏതദ്ധി രാമായണം രാമായ രാമചന്ദ്രായ
രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ ശ്രീരായ പരമേ നമഃ. ജാനകീ ജീവനസ്മരണ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എന്താശങ്ക എനിക്കു ജീവനമതിൽ വിശ്വംഭരൻ നീ സദാ കുഞ്ഞിൻ പാലനമോർത്തതിനുചിതമായി സ്തന്യം ചമച്ചില്ലയോ. വീണ്ടും വീണ്ടും ഇതോർത്തു യാദവപദേ ഗോപീപദേ സത്പദേ പാദാം ഭോജനിഷേവ കൊണ്ടു സതതം കാലം കഴിക്കുന്നു ഞാൻ. ഗോപാലരത്നം ഭുവനൈകരത്നം ഗോവാംഗനായ യൗവനഭാഗ്യരത്നം ശ്രീകൃഷ്ണരത്നം സുരസേവ്യരത്നം വൃന്ദാമഹേ യാദവവംശരത്നം. ഹരി ഓം. നമ്മളങ്ങനെ വീണ്ടും ഒരു സത്സംഗത്തിൻ്റെ ആ ഒരു ഭാഗങ്ങളിലൂടെ പ്രവേശിക്കുകയാണ്. രാമായണത്തിലെ രാമായണം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ രണ്ട് ഇതിഹാസങ്ങളാണ് രാമായണവും മഹാഭാരതവും. നടന്ന ചരിത്രങ്ങളെ കഥകളുമായി ചേർത്തിണക്കിക്കൊണ്ട് നമുക്കൊക്കെ മനസ്സിലാകുന്ന രീതിയിൽ വേദരഹസ്യത്തെ വെളിപ്പെടുത്തുന്നതാണ് രണ്ട് ഇതിഹാസങ്ങൾ. ശരിക്കും വേദമാണ്, അല്ലെങ്കിൽ വേദം തന്നെയാണ് രാമായണം. വേദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സന്ദേശങ്ങൾ എന്താണ്? സത്യം വദ, ധർമ്മം ചര. ആ വേദത്തിലൂടെ മുഴുവൻ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി, നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. ഇന്ന് അധികം ഇല്ലാത്തതും അതാണ്. സത്യം വദ, ധർമ്മം ചര. സത്യം പറയാൻ നമ്മൾ തന്നെ കുട്ടികളെ പഠിപ്പിക്കണില്ല. പിരിവുകാരങ്ങ് വന്നു കഴിഞ്ഞാൽ അച്ഛനോട് ഇല്ലാന്ന് പറഞ്ഞേക്കൂന്ന് പറയും അല്ലേ? അച്ഛനോട് ഇല്ലാന്ന് പറഞ്ഞേക്കൂന്ന് പറഞ്ഞേൽപ്പിക്കും. അപ്പോൾ നമ്മൾ തന്നെ കുട്ടികളെ നുണ പറയാൻ പഠിപ്പിക്കും. അതുപോലെ തന്നെ ധർമ്മം എന്താണ്? ധർമ്മത്തിൽ ഊന്നിക്കൊണ്ട് വേണം നമ്മൾ ജീവിക്കാൻ. ധർമ്മം എന്താന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. കാരണം എന്താ? ഇപ്പോൾ അധർമ്മം എന്താന്ന് ചോദിച്ചാൽ അറിയാം. കാരണം ഇന്നത്തെ ഓരോ ദിവസത്തെയും പത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ അധർമ്മങ്ങൾ നടക്കുന്നത് മാത്രമേ ഉള്ളൂ. ഏറ്റവും ആദ്യത്തെ പേജിലും അവസാനത്തെ പേജിലും എവിടെയൊക്കെ അഴിമതിയും കുഴപ്പങ്ങളും എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടോ അത് മുഴുവൻ നമ്മളെ വെളിപ്പെടുത്തി തരും. ഇപ്പോൾ എല്ലാത്തിലും പറയും എന്താണ് ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ. അധർമ്മത്തെക്കുറിച്ച് പറഞ്ഞാൽ എന്താണ് ധർമ്മം എന്ന് മനസ്സിലാക്കാം. വളരെ എളുപ്പമാണ്. വേദത്തിലൊക്കെ അല്ലെങ്കിൽ ഉപനിഷത്തുകളിലൊക്കെ എന്താണോ ചെയ്യരുതാത്തത്, എന്താണ് ചെയ്യേണ്ടത്, ചെയ്യരുതാത്തത് പറഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് എന്താന്ന് നമുക്കറിയാലോ. അങ്ങനെ ഇന്നലെ വരെ അല്ലെങ്കിൽ ഇന്നലെ വരെ ഉണ്ടായ മാലിന്യങ്ങളിൽ ഇന്നലെ ഇപ്പം നമ്മൾ എന്തായിരുന്നു, പ്രത്യേകിച്ച് ചേട്ടാഭഗവതി കർക്കിടക മാസം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചേട്ടാഭഗവതി എല്ലാവരും വീടൊക്കെ അടിച്ചു വാരി ഇതെന്താവുന്ന വിചാരിക്കണം. എല്ലാവരും പഴയ ആ അടിച്ചു വാരി എല്ലാം മുറ്റൊക്കെ ക്ലീനാക്കി വീടൊക്കെ ഒന്ന് ശുദ്ധീകരിക്കും. ഇന്ന് മുതൽ നമ്മളൊരു പുണ്യമാസം തുടങ്ങുകയാണ്. ആ പുണ്യമാസം ഏറ്റവും മഹത്തായിട്ടുള്ള മാസമാണ്. അതുകൊണ്ടാണ് ഈ കർക്കിടകത്തിന് ഏറ്റവും പ്രാധാന്യം. എല്ലാം എന്തായാലും വലിയ മഴക്കാലവും
ആകെ ഇരട്ടടച്ച് പണിക്ക് പോകാനും പറ്റില്ല, അങ്ങനെയൊക്കെ വിഷമിച്ചിരിക്കുന്ന സമയമായിരിക്കണം. അടിച്ച് വൃത്തിയാക്കി നീറ്റാക്കിയൊക്കെ വെച്ചു. അപ്പോൾ ഈ വീടൊക്കെ നമ്മൾ വൃത്തിയാക്കി. പക്ഷേ ആ ചൂല് ഈ പറഞ്ഞ പോലെ വൃത്തിയായോ എന്നറിയില്ല. കാരണം ചൂല് അഴുക്കുകളൊക്കെ വൃത്തിയാക്കും എന്നുണ്ടെങ്കിലും ചൂലിൻ്റെ അഴുക്ക് മാറില്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? പക്ഷേ അതേസമയം നമ്മൾ എന്ത് വേണം? വീട് വൃത്തിയാക്കുന്ന പോലെ തന്നെ നമ്മുടെ മനോമാലിന്യങ്ങളെയും കൂടി വൃത്തിയാക്കണം. നമ്മുടെ മനസ്സിലാണ് ഏറ്റവും കൂടുതൽ വൃത്തികേടുള്ളത്. വീടൊക്കെ വൃത്തിയാക്കി അതുപോലെ അതിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന നമ്മൾ സ്വയം ശുദ്ധി ആർജിക്കണം. മാനസികമായിട്ട് ആത്മീയ ശുദ്ധി നമ്മൾ കൈവരിക്കണം. അതിന് എന്ത് വേണം? ഇങ്ങനെയുള്ള സത്സംഗങ്ങളിൽ പോകണം, ഇതുപോലെയുള്ള പാരായണങ്ങൾ നടത്തണം, അല്ലെങ്കിൽ രാമായണത്തെക്കുറിച്ച് പുണ്യ പുരാണങ്ങളെക്കുറിച്ചൊക്കെയുള്ള അർത്ഥങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ സ്വയം ശുദ്ധീകരിക്കപ്പെടും. നമ്മൾ സ്വയം ശുദ്ധീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഏകദേശം തുണി അലക്കുന്ന പോലെയാണ്. തുണി അലക്കുമ്പോൾ ചൂല് പോലെയല്ല, വളരെ വ്യത്യാസമുണ്ട്. തുണി അലക്കുമ്പോൾ തുണി വൃത്തിയാവുന്നതോടൊപ്പം അലക്കുകല്ലും വൃത്തിയാവും. അപ്പോൾ ഈ അലക്കുകല്ല് വൃത്തിയാവുന്ന പോലെ നമ്മൾ രാമായണ പാരായണവും അല്ലെങ്കിൽ ഇതുപോലെയുള്ള സംഗതികൾ നടപ്പിലാക്കുമ്പോൾ നമ്മളും സ്വയം ശുദ്ധീകരിക്കപ്പെടും. അങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ട ഒരു മനസ്സ് നമ്മൾ ഈ ഒരു സത്സംഗ മാസം കൊണ്ട് നമുക്ക് ആർജിക്കാൻ കഴിയണം. അതാണ് ഏറ്റവും മഹത്തായ കാര്യം. ഇത് വെറുതെ ഇല്ല മറന്നന്മാർ പഴയ കാലം മുതൽ ഇങ്ങനെയുള്ള ചിട്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ സത്യമേ പറയാവൂ, ധർമ്മത്തിലൂടെ ചരിക്കണം. അങ്ങനെയൊക്കെ ധർമ്മത്തിലൂടെ ചരിക്കാൻ നമുക്ക് പറ്റുമോ എന്നുള്ള ചോദ്യം വരും. അപ്പോഴാണ് ഈ വാൽമീകി ചോദിച്ചു, നാരദരോട് ചോദിച്ചു, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? ധർമ്മത്തിലൂടെ ഒരാൾക്ക് ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം അതിന് ഉത്തരം പറഞ്ഞത്. ഒരാൾ അങ്ങനെ ജീവിച്ചിരുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിക്കുമ്പോഴാണ് വാൽമീകി ചോദിച്ചത്, ഒരു 16 ഗുണങ്ങളുള്ള ഒരു മനുഷ്യനെ അങ്ങ് കാണിച്ചു തരുമെന്ന് ചോദിച്ചത്. മഹത്തായ പുരുഷോത്തമനായ ഒരാളെ പരിചയപ്പെടുത്തി തരാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു തരാൻ കഴിയുമോ? അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് 16 അല്ല 56 ഗുണങ്ങളുള്ള ഒരു മര്യാദ പുരുഷോത്തമനായ ഒരാൾ ജീവിച്ചിരിപ്പുണ്ട്. മനുഷ്യൻ, അദ്ദേഹത്തെയാണ് നമുക്ക് മനുഷ്യൻ എന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മളൊക്കെ മനുഷ്യരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പേര് കൊണ്ട് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തെ നമുക്ക് ആ പരിചയപ്പെടുത്തി തരികയാണ്. അങ്ങനെയുള്ള ആ മര്യാദ പുരുഷോത്തമന്റെ ധർമ്മവാനായ രാമോ വിഗ്രഹവാൻ ധർമ്മ, ആ രാമന്റെ പേര് തന്നെ ധർമ്മം എന്നാണ്. ധർമ്മത്തിന്റെ മൂർത്തിയാണ് ശ്രീരാമൻ. ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ്. നമ്മുടെ ആധാരം ധർമ്മത്തിൽ അധിഷ്ഠിതമാണ്. ഒരു മനുഷ്യന്റെ ജീവിതം ധാർമ്മികമായി ജീവിച്ചു തീർക്കേണ്ടതാണ്. പക്ഷെ ഇന്ന് നമുക്ക് അതിന് പറ്റുന്നില്ല. പക്ഷെ നമുക്ക് ആ നന്മയിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് ധർമ്മിഷ്ഠനായി ജീവിച്ച ശ്രീരാമനെ കുറിച്ച് നമുക്ക് ഈ രാമായണത്തിലൂടെ നമുക്ക് ഒരു യാത്ര നടത്തി കഴിഞ്ഞാൽ അത് നമുക്ക് മുഴുവൻ നമുക്ക് മനസ്സിലാവും. ധർമാർത്ഥയുക്തമായിട്ടുള്ള ഒരുപാട് ഉപദേശങ്ങൾ നിറഞ്ഞതാണ് ഈ ഇതിഹാസം. അതെല്ലാവരും പഠിച്ചിരിക്കേണ്ടതാണ്. അടുത്ത ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് നമുക്ക് വിശദമായ ഓരോ ദിവസവും ഓരോ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കി തരും. അതുപോലെ തന്നെ വാൽമീകി നമ്മളെപ്പോലെയല്ല, അതിലും വലിയ ഒരു കാട്ടുകള്ളനായിരുന്നു. ആ കാട്ടുകള്ളൻ എവിടെ കാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊള്ളയും പിടിച്ചുപറിയും ആയി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സപ്തർഷികൾ ആ വഴിയിലൂടെ സഞ്ചരിച്ചതും സപ്തർഷികളെ തട്ടിപ്പറിക്കാൻ നോക്കിയതും. അപ്പോഴാണ് അവിടെ ഒരു സംവാദം നടന്നു. ഞങ്ങളെ എന്തിനാ ഈ സന്യാസിമാരെ, നീ എന്തിനാ ഞങ്ങളെ ഉപദ്രവിക്കണേ എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് ഞാൻ എൻ്റെ ജീവിതമാർഗ്ഗമാണത്, എനിക്ക് ഇങ്ങനെ ജീവിക്കാനേ അറിയൂ. പക്ഷെ നീ ഈ ചെയ്യുന്നതിൻ്റെ ദോഷം നിനക്കറിയാമോ? എത്ര വലിയ പാപമാണ് നീ ചെയ്യുന്നത്. ഓരോരുത്തരും കഷ്ടപ്പെട്ടാണ് എല്ലാവരും ജീവിക്കുന്നത്. അവരുടെയൊക്കെ ആ സമ്പത്തിനെ നീയെ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി നീ നിന്റെ കുടുംബം പറ്റുന്നത് ശരിയാണോ എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചപ്പോഴാണ് ഈ രത്നാകരനെ ആകെ
സംശയമായത്. ഇപ്പോൾ രത്നാകരൻ ചോദിച്ചു, ഞാനിപ്പോൾ എന്താ ചെയ്യുക, ഞാൻ ഒരുപാട് തട്ടിപ്പറികളൊക്കെ നടത്തി, ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ഈ പാപം ഒക്കെ എങ്ങനെ ഞാൻ കഴുകിക്കളയും? അപ്പോഴാണ് പറഞ്ഞത്, ഇനി നീ സപ്തർഷികൾ പറഞ്ഞു, ഈ പാപം കഴുകിക്കളയാനായിട്ട് നിന്റെ ഈ എന്തിനു വേണ്ടിയിട്ടാണോ ഇത് ചെയ്തത്, അവരോടും കൂടി ഈ പാപം പങ്കിടാൻ പറ്റുമോ എന്ന് നീ ഒന്ന് ചെന്ന് ചോദിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ രത്നാകരൻ അതുവരെ സപ്തർഷികൾ പറഞ്ഞു, ഞാനിവിടെ നിൽക്കാം, നീ പോയി നിന്റെ ഭാര്യയോടും കുട്ടികളോടും ചോദിക്കുക, അവർക്ക് വേണ്ടിയിട്ടാണല്ലോ നീ ഈ തട്ടിപ്പറികൾ നടത്തിയത്, അപ്പോൾ അതുകൊണ്ട് അവരും കൂടി ഈ പാപഭാരം ചുമക്കാൻ തയ്യാറാണോ എന്ന് അന്വേഷിച്ച് വരാൻ പറഞ്ഞു. അങ്ങനെ അവര് ഈ രത്നാകരൻ വീട്ടിൽ പോയി ചോദിച്ചു, ഭാര്യയോടും മക്കളോടും ചോദിച്ചു. ഭാര്യ പറഞ്ഞ്, ഞങ്ങൾക്ക് ചെലവിന് തരേണ്ടത് ഭർത്താവായ നിങ്ങളുടെ ചുമതലയാണ്, അതിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നതെന്ന് എനിക്കറിയില്ല, അഥവാ അങ്ങനെ ചെയ്തതെന്നുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾക്ക് അത് അന്വേഷിക്കേണ്ട കാര്യമില്ല, എൻ്റെയും എൻ്റെ മക്കളെയും പോറ്റേണ്ട ചുമതല അങ്ങനെയാണ് എന്ന് പറയണം. അപ്പോൾ ഇതിൻ്റെ പാപഭാരം ഞാൻ തന്നെ ഏൽക്കേണ്ടി വരുമോ എന്ന് അദ്ദേഹം വേദനയോടുകൂടി ചോദിച്ചപ്പോൾ ഭാര്യ പറഞ്ഞു, ഞങ്ങൾക്ക് അത് ഏറ്റുവാങ്ങാൻ ഒരു നിവർത്തിയില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് ആ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലായത്. അദ്ദേഹം ചെന്ന് ഈ സപ്തർഷികളോട് പറഞ്ഞു, അവരൊന്നും കൂട്ടാക്കണില്ലേ, ഞാൻ ഈ പാപഭാരം മുഴുവൻ ഞാൻ ചുമക്കേണ്ടി വരുമല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് ചോദിച്ചു. അദ്ദേഹം ആകെ നിരാശനായി. അങ്ങനെ ചോദിച്ചപ്പോഴാണ് ഈ സപ്തർഷികൾ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഞാൻ ഇപ്പോൾ ഇതുവരെ ചെയ്ത പാപങ്ങൾ അല്ലെങ്കിൽ ഇതുവരെയുള്ള നിന്റെ ദുഷ്ടതകളൊക്കെ നീ ഇന്നുകൊണ്ട് അവസാനിപ്പിക്കുക, ഇനിയുള്ള കുറച്ചു കാലം നീ ഇവിടെ തന്നെ ഇരുന്ന് രാമനാമം ജപിക്കൂ, ഇനി ഒന്നിനും പോണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ രാമനാമം ജപിക്കാനൊന്നും അദ്ദേഹത്തിന് അറിയില്ല. അങ്ങനെയാണ് അവിടെ വെച്ച് ആമരം ഈമരം എന്നൊക്കെ പറയാൻ പറഞ്ഞു. രാമ 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 എന്ന സ്പീഡിൽ പറഞ്ഞപ്പോൾ രാമ 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 എന്നായി. പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സപ്തർഷികളിൽ നിന്നും കിട്ടിയ ആ പുണ്യമായിട്ടുള്ള ആ ഒരു അനുഗ്രഹം കൊണ്ട് അദ്ദേഹത്തിന് അവിടെ ഇരുന്നു കൊണ്ട് അതിൽ ജപിക്കാൻ, ഇതിപ്പോൾ എല്ലാവർക്കും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ സമയം തന്നെ അതെനിക്ക് ലയിച്ചു ചേരാനൊന്നും പറ്റില്ല. പക്ഷെ ചിലർക്ക് ചില നിമിഷങ്ങളിൽ കേൾക്കുന്ന വാക്കുകൾ അവരുടെ ഉള്ളിൽ കറക്കുകയും അവർക്ക് അതിനൊരു സ്പാർക്കാണത്. അത് എപ്പോൾ കിട്ടുന്നുവോ, ഇപ്പം എത്രയോ തവണ സപ്താഹത്തിനിരുന്ന് എത്രയോ തവണ നമ്മൾ സത്സംഗങ്ങളിൽ കൂടെ പലതും കേട്ടിട്ടുണ്ടാവും, പക്ഷെ അതൊന്നും നമ്മുടെ ചെവിയിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. പക്ഷെ ഏതെങ്കിലും ഒരു സമയത്ത് ഏതെങ്കിലും ഒരു ഭാഗത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് അത് കൊള്ളേണ്ട സമയത്ത് നമുക്കത് ഉള്ളിലേക്ക് എത്തും. അപ്പോൾ പിന്നെ അവിടെ നിന്നിട്ട് നമുക്ക് ആ ഒരു ഭക്തി മാർഗത്തിലേക്ക് ലയിക്കാൻ, ആത്മവിശുദ്ധി നേടാനായിട്ട് നമുക്ക് ആത്മീയ കാര്യങ്ങളിലേക്കൊക്കെ ലയിക്കാനും അതിലേക്ക് ശ്രദ്ധ തിരിക്കാനും ഒക്കെ കഴിയും. അങ്ങനെയുള്ള ഒരു അവസരം കിട്ടി എന്നുള്ള രീതിയിൽ ഈ രത്നാകരൻ അവിടെ ഇരുന്ന് ജപിച്ചു തുടങ്ങി. ഒന്നല്ല രണ്ടല്ല മാസങ്ങളായി വർഷങ്ങളായി, അങ്ങനെ ഏകദേശം 7 വർഷക്കാലം അദ്ദേഹം തപസ് ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെ ആ 7 വർഷക്കാലം തപസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അതുവഴി പിന്നീട് കടന്നു വന്ന ഈ സപ്തർഷികള് അവർക്ക് ഈ രാമമന്ത്രത്തിൻ്റെ ആ ശബ്ദം കേട്ട് അവർ നോക്കി. അവിടെ ചുറ്റും നോക്കിയപ്പോൾ ഒന്നും കാണാനില്ല, അവിടെ വെറുതെ കുറേ മൺപുറ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് അവർക്ക് പൂർവ്വകാല സംഭവങ്ങൾ ഓർമ്മ വന്നതും അവർ ആ മൺപുറ്റിനെ തട്ടി നോക്കിയപ്പോഴാണ് അവിടെ ഈ വാത്മീകി രത്നാകരൻ അവിടെ ഇരുന്ന് തപസ് ചെയ്തത് കാണുന്നത്. അവര് വെള്ളമൊക്കെ തെളിച്ച് ആ രത്നാകരനെ ഒരു പുനർജന്മം കൊടുത്ത പോലെ അദ്ദേഹം വാത്മീകത്തിൽ നിന്നും വന്നതുകൊണ്ട് വാത്മീകി, അത് ആത്മീകം എന്ന് പറഞ്ഞാൽ മണ്ണ്, ആ മണ്ണിൽ നിന്നാണ് നമ്മളൊക്കെ, പഞ്ചഭൂതങ്ങളിൽ നിന്നാണ് നമ്മളൊക്കെ ഉണ്ടാവുന്നത്, നമ്മൾ പോകുന്നതും മണ്ണിലേക്ക് തന്നെയാണ്. അതൊരു മഹത്തായ തത്വമാണ്. അപ്പോൾ മണ്ണിൽ നിന്നും ജനിച്ചവൻ എന്നുള്ള പേര് വരുന്ന രീതിയിൽ വാത്മീകി എന്ന് അദ്ദേഹത്തിന് നാമകരണം ചെയ്തു. അപ്പോൾ അവിടെ ആര് പറഞ്ഞു? ഭാര്യ പറഞ്ഞു കൊടുത്തു. എന്താണ്? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. രാമായണത്തിലെ ഏറ്റവും പ്രസക്തമായ 2 വരികളാണ്. വളരെ ആ ഒരു 2 വരിയാണ് രത്നാകരനെ ഇരുത്തി ചിന്തിപ്പിച്ചത്. ഞാൻ എന്ത് ചെയ്യുന്നു അതിൻ്റെ പാപഫലങ്ങൾ ഞാൻ തന്നെ അനുഭവിച്ചു തീരും. അതിലാരും ഷെയർ ചെയ്യില്ല. ഒരാളും ഭാര്യയ്ക്കോ മക്കൾക്കോ ഒന്നും
ഒന്നും ചെയ്തു തരാൻ പറ്റില്ല. അപ്പൊ നമ്മളതുകൊണ്ട് നമ്മൾ സ്വയം ശുദ്ധീകരിക്കപ്പെടണം, നമ്മൾ നല്ല രീതിയിൽ പെരുമാറാൻ പഠിക്കണം, നല്ല മര്യാദ പുരുഷോത്തമന്മാരായി നമ്മൾ ജീവിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലെ നിത്യമായി നമ്മുടെ ഈ ശരീരം എന്താണ്? മണ്ണായി തീരുന്നതാണ്, അനിത്യമാണ്. പക്ഷെ നിത്യമായ ഒന്നുണ്ട്, നമ്മുടെ ഈ ഉൾക്കാമ്പലി, ഉൾ ജ്യോതിസ്, നമ്മുടെ ആത്മാ എന്നൊക്കെ പറയുന്ന നമ്മുടെ ഉള്ളിലെ ആ ജീവചൈതന്യം, അതിന് നാശമില്ല. നമ്മുടെ ഈ ശരീരം നശിച്ചാലും കൂട് വിട്ട് കൂട് പാറുന്ന പോലെ നമ്മുടെ ഈ ജീവാത്മാ വേറൊരു പരകായ പ്രവേശം, വേറെ ഒരു ശരീരത്തിലേക്ക്, അത് നമ്മുടെ യുക്തമായ ഏത് കർമ്മത്തിലാണോ നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരുന്നത് അതിനെ യുക്തമായ ഒരു ശരീരം അത് സ്വീകരിക്കുകയും വേറൊരു ജന്മത്തിലേക്ക് പോവുകയും ചെയ്യും. അല്ലാതെ ഈ ആത്മാ ഒരിക്കലും നശിക്കുന്നതല്ല, ഈ ശരീരം മാത്രമേ നശിക്കുന്നുള്ളൂ എന്നൊക്കെയുള്ള, അങ്ങനെ കാട്ടാളനെ മനുഷ്യനാക്കിയ ഏറ്റവും മഹത്തായ ഒരു ചരിത്രമാണ് നമ്മുടെ നമ്മളിലും ഉള്ള കാട്ടാളത്വത്തെ മാറ്റി നമ്മളും ഒരു മനുഷ്യത്വം സ്വീകരിക്കാൻ വേണ്ടി നിറയെ ഉപദേശങ്ങൾ തന്നിട്ടുള്ള ഒരുപാട് കഥകളിലൂടെ. രാമായണത്തിന്റെ 24,000 ശ്ലോകങ്ങളാണ് വാൽമീകി രാമായണത്തിലുള്ളത്. ആ 24,000 ശ്ലോകങ്ങളെ എടുത്തിട്ടുള്ളത് നമ്മുടെ ഗായത്രി മന്ത്രത്തിന്റെ ആദ്യത്തെ ഓരോ അക്ഷരങ്ങൾ, ഓരോ 1000-നും 24 അക്ഷരങ്ങളാണ് ഗായത്രി മന്ത്രത്തിലുള്ളത്. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ആ എല്ലാ അക്ഷരങ്ങളും ചേർത്തുകൊണ്ട് രാമായണം വാൽമീകി രചിച്ചു. അങ്ങനെ ആ ശ്രീരാമന്റെ 56 ഗുണങ്ങളുള്ള മര്യാദ പുരുഷോത്തമനായ ശ്രീരാമന്റെ അയനം, അതാണ് ഈ രാമായണം. ആ യാത്രയാണ് നമ്മൾ ഈ തുടർന്നുള്ള ദിവസങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മഹത്തായ ആ ഒരു മനുഷ്യൻ പ്രത്യാശാനിർഭരമായിട്ടുള്ള ഒരു ജീവിത കഥയാണ് ശ്രീരാമന്റെ. ഇന്ന് എന്നും സംഘർഷമാണ് ശ്രീരാമൻ അനുഭവിച്ചിട്ടുള്ളത്. ദുരന്തപൂർണമായ ഒരു ജീവിതത്തിൽ കൂടെ എന്നും ദുരിതങ്ങൾ, അല്ലെങ്കിൽ രാജകൊട്ടാരത്തില് ജീവിക്കേണ്ട ആളാ, രാജകുമാരനായിട്ട് ജനിച്ച ആളാ അല്ലേ. പക്ഷെ ഇന്ന് നാളെ കാലത്ത് പട്ടാഭിഷേകം എന്ന് തീരുമാനിച്ച ആ ദിവസമാണ് വനത്തിലേക്ക് പോകേണ്ടി വന്നത്. നമ്മുടെയൊക്കെ ജീവിതവും അതുപോലെ തന്നെയാണ്. നമുക്കൊന്നും അടുത്ത നിമിഷം എന്ത് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഓരോ മനുഷ്യന്റെയും ജീവിതം അങ്ങനെയാണ്, ദുരന്തപൂർണം ദുരിതപൂർണം ഒക്കെയാണ്. ജിപ്രം വ്യസനം ദുഃഖം എന്നാണ് വ്യാസർ പറഞ്ഞത്. നമ്മുടെ ഈ ജീവിതം അങ്ങനെയാണ് നമ്മൾ നയിച്ചുകൊണ്ട് പോകേണ്ടത്. പക്ഷെ അതിനുള്ളിൽ നമ്മുടെ ഈ ദുഃഖങ്ങളെയൊക്കെ മറികടക്കാൻ നമുക്ക് ഒരാളെ മാത്രം വിചാരിച്ചാൽ മതി. ആ ഒരു ഈശ്വര സാന്നിധ്യത്തെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ് സ്വയം ശുദ്ധീകരിക്കപ്പെടുമ്പോൾ നമ്മളിലുള്ള ആ ജീവചേതസ്സിന് ഒരു ഐശ്വര്യം വരും. നമ്മൾക്കും അതിനുള്ള ഒരു എനർജി, ഊർജം നമുക്കും കൈവരും. അങ്ങനെ ദുരന്തമുഖങ്ങളെ മുഴുവൻ നേരിട്ടുകൊണ്ട് മഹത്വമാർജിക്കാൻ, അല്ലെങ്കിൽ ഈശ്വരനെ പോലെ ആവാൻ ഒരാൾക്ക് കഴിയും എന്ന് തെളിയിച്ചു തന്നതാണ് ശ്രീരാമന്റെ ജീവിതം. നമ്മളെപ്പോലെ ഒരു മനുഷ്യനായിട്ട് ജീവിച്ച ആള് എങ്ങനെയൊക്കെ ഏതൊക്കെ ദുരന്തമുഖങ്ങളിൽ കൂടെ കടന്നുപോയിട്ടുണ്ടെങ്കിലും നമ്മൾ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് നമുക്കും ആ ഉയരങ്ങളിലേക്ക് ഈശ്വരനായിത്തീരാം, ഈശ്വരനെ പോലെ ആവാം എന്ന് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ഏറ്റവും മഹത്തായ, നമുക്ക് അനുകരിക്കാവുന്ന മാതൃകയാണ് ശ്രീരാമന്റെ. അതുകൊണ്ട് തന്നെ ആ ശ്രീരാമന്റെ കഥ, രാമായണ കഥ വളരെയേറെ മഹത്വമുള്ളതാണ്. അതുകൊണ്ട് അതിന് നമുക്ക്, അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ കുട്ടികൾ ഇത് പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. ഇനി ജീവിച്ച് വളർന്ന് വരുന്ന കുട്ടികളൊക്കെ നല്ല രീതിയിൽ ആ ധർമ്മിഷ്ഠനായ രാമന്റെ കഥ മനസ്സിലാക്കിക്കൊണ്ട് അതുപോലെ ജീവിക്കാനായിട്ട് മുതിരേണ്ടതാണ്. അതുപോലെ മക്കളെയൊക്കെ നമ്മൾ വളർത്തുമ്പോൾ എങ്ങനെയാണ് ജീവിത മൂല്യങ്ങൾ അത് പറഞ്ഞു കൊടുത്ത് വേണം പഠിപ്പിക്കാൻ. അങ്ങനെ പഠിച്ച് വലിയ നിലയിലേക്ക് എത്താൻ അവർക്ക് വേണ്ട നമ്മൾ ഈ സമ്പത്തോ ഫ്ലാറ്റോ ഒന്നുമല്ല അവർക്ക് ചെയ്തു കൊടുക്കേണ്ടത്, വിദ്യയാണ് നമ്മൾ അവർക്ക് പകർന്നു കൊടുക്കേണ്ടത്. അങ്ങനെ എന്തായാലും
അവരുടെയൊക്കെ അറിവിനും ബുദ്ധിക്കും വേണ്ട പോഷകങ്ങൾ നമ്മൾ ഇങ്ങനെയുള്ള പുരാണങ്ങളിലൂടെ പകർന്നു കൊടുക്കാനായിട്ട് കഴിയണം. എന്തായാലും വ്യക്തമായ ഒരു ജീവിത കാഴ്ചപ്പാടോട് കൂടിയിട്ടുള്ള ഇനിയുള്ള അടുത്ത തലമുറയെങ്കിലും നന്നായി വരാനായിട്ട് നമുക്ക് ഈ രാമായണ കഥ ഉപകരിക്കും എന്നുള്ള പ്രത്യാശയോടുകൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സത്സംഗത്തിൽ ഇനി തുടർന്ന് ഒരു സംഘനൃത്തം നടത്തുന്നതിനായിട്ട് ശ്രീ രാമചന്ദ്രൻ ആൻഡ് പാർട്ടി അവരുടെ ക്ഷണിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് മുമ്പിൽ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ജാനകീ ജീവനസ്മരണം. ജയ ജയ. Jam
ഒടുവിലത്തെ യുദ്ധം, ഒടുങ്ങാത്ത യുദ്ധം. അതിമനോഹരമായ രാമായണ കഥ മുഴുവൻ എല്ലാ ഭാഗങ്ങളും കോർത്തിണക്കിക്കൊണ്ട് നമ്മുടെ രാമേന്ദ്രനും സംഘവും, രാമേന്ദ്രൻ തന്നെ സ്വയം പരിചയപ്പെടുത്തും. നമ്മുടെ ഇടയിലെ അഭിമാന താരവും നൃത്ത അധ്യാപകനും ഒക്കെയാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ കുറിച്ച് വർണ്ണിക്കാൻ വാക്കുകളില്ല. അദ്ദേഹം നമുക്ക് വേണ്ടി ഈ രാമായണ പാരായണ സത്സംഗത്തിന് വേണ്ടി അതിമഹത്തായ ഒരു സൃഷ്ടി നമുക്കിവിടെ അവതരിപ്പിച്ച് ചെയ്തു തന്ന അദ്ദേഹത്തിനോട് പ്രത്യേകം നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ആരും പോകരുത്, എല്ലാവർക്കും വേണ്ട ഭക്ഷണം ഇവിടെ കരുതിയിട്ടുണ്ട്. എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് വേണം പോകാൻ. ഞാൻ രാമേന്ദ്രന് മൈക്ക് കൈമാറുന്നു. എല്ലാവരെയും പരിചയപ്പെടുത്തി തരും. എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെ ചെയ്തു എന്ന് പോലും പിടുത്തില്ല. കുഴപ്പമില്ലാണ്ട് ചെയ്തു എന്ന് വിചാരിക്കണം. ഒരു ദിവസത്തെ മാത്രം പ്രാക്ടീസ് കൊണ്ടാണ്. കുട്ടികളൊക്കെ നല്ല തിരക്കിൽ തന്നെയായിരുന്നു. എന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ തന്നെ സംസാരം തുടങ്ങി അധിക പ്രസംഗിന്ന് പേര് വരും. രാമചന്ദ്രൻ. അപ്പോൾ ഓഫീസ് തിരക്കിൻ്റെ ഇടയിലും ഒക്കെ ഇങ്ങനൊരു അവസരം കിട്ടിയില്ല. ഒരു നിവൃത്തപ്പൻ്റെ മുന്നിൽ, അതും ഈ കർക്കിടക നാളില് എൻ്റെ ഒരു നാളും കൂടിയുള്ള ദിവസം ഇത് കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷം. രാജേട്ടന് സ്പെഷ്യൽ താങ്ക്സ്. പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് മരുമകൾ കൂടിയായിട്ടുള്ള നൃത്താധ്യാപിക കൂടിയായിട്ടുള്ള കാർത്തിക ഗിരീഷ്. ഇത് നമ്മുടെ ഇപ്പോഴത്തെ കൊടകര ശാഖ സെക്രട്ടറി എംഎയുടെ മൂത്ത മകൾ ലക്ഷ്മി, രണ്ടാമത്തെ മകൾ കൃഷ്ണ, പിന്നെ എൻ്റെ മകൾ നവനീത. ഇപ്പോൾ കുടുംബപരമായിട്ട് തന്നെ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റിയാലും തെറ്റുകുറ്റങ്ങൾക്കൊക്കെ എല്ലാവരോടും ചെറുതായിട്ട് മാപ്പപേക്ഷിക്കുന്നു. അപ്പോൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും നന്ദി. എല്ലാവർക്കും ഇന്നത്തെ ഈ രാമായണ പാരായണ സത്സംഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും, ഇത് അകലങ്ങളിലിരുന്ന് ഫേസ്ബുക്ക് ലൈവിലൂടെ കാണുന്ന എല്ലാ ആൾക്കാർക്കും, എല്ലാ ഭക്തർക്കും, പിന്നെ ഇന്നത്തെ ഈ പ്രത്യേകിച്ച് ഈ കലാപരിപാടി അവതരിപ്പിച്ച രാമേന്ദ്രനും സംഘത്തിനും
എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. നാളെ 8 മണിക്ക് നമുക്ക് വീണ്ടും യൂട്യൂബിലൂടെ ഈ രാമായണ പാരായണ സത്സംഗത്തിൽ ഒത്തുചേരാം എന്ന് നന്ദി, നമസ്കാരം.